ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് മാന്ത്രിക ഏലസുകളെ പറ്റി ചിന്തിക്കാം. മന്ത്രം ജപിച്ച് ചരട് കെട്ടുക, മന്ത്രം ജപിച്ച് ഭസ്മം തൊടുക, ജപിച്ച ഏലസ് ധരിക്കുക, യന്ത്രങ്ങൾ സ്ഥാപിക്കുക ഇത്യാദികളായ കർമ്മങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. ഭയം മൂലമുണ്ടാകുന്ന മനോവിഭ്രാന്തി മാറ്റാനും മത്സരങ്ങളിലും മറ്റും ജയമുണ്ടാകാനും ബാധഭൂതാദികളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കാനും മറ്റുമായിട്ടാണ് മാന്ത്രികൻ ജപിച്ച ഭസ്മം തൊടുന്നതും ഏലസും മറ്റും ധരിക്കുന്നതും. മന്ത്രത്തിലും മാന്ത്രികനിലും വിശ്വാസമുള്ളവരാണല്ലോ ഇതൊക്കെ ധരിക്കുന്നത്. കേവലം തെറ്റിദ്ധാരണ കൊണ്ടും അന്ധവിശ്വാസം കൊണ്ടും ഉണ്ടായ മനോവിഭ്രാന്തി ആകയാൽ മാന്ത്രികൻ ജപിച്ചു തന്ന ചരടോ ഭസ്മമോ ഏലസോ ധരിക്കുമ്പോൾ ഇതുകൊണ്ട് തനിക്കുള്ള കുഴപ്പം മാറും എന്ന വിശ്വാസം കൊണ്ട് അത് മാറിയെന്നും വരാം. പക്ഷേ ഇവിടെ രോഗം അന്ധവിശ്വാസം കൊണ്ടുണ്ടായതും ചികിത്സ അന്ധവിശ്വാസത്തെ ബലപ്പെടുത്തുന്നതുമാണ്. ശരിയായ ചികിത്സ മനോവിഭ്രാന്തിക്ക് കാരണമായ അന്ധവിശ്വാസത്തെ മാറ്റുക എന്നതാണ്. അതായത്, എനിക്ക് ബാധോദ്രവം ഉണ്ടായി എന്ന വിശ്വാസവും സങ്കല്പവും കൊണ്ട് ബാധോപദ്രവം ഉണ്ടായി. മാന്ത്രികൻ ആ ബാധയെ താൻ ആവാഹിച്ച് പിടിച്ച് ചെമ്പുതകിടിലാക്കി ആറ്റിലൊഴുക്കി എന്ന വിശ്വാസവും സങ്കല്പവും രോഗിക്ക് കൊടുത്തപ്പോൾ രോഗി തന്നിൽ നിന്ന് ബാധ പോയി എന്ന വിശ്വാസവും സങ്കല്പവും ഉൾക്കൊണ്ട് അയാൾ രോഗമുക്തനാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ബാധോപദ്രവം മുതലായവ മനോരോഗമാണെന്നും മന്ത്രവാദം പ്രാകൃതമായ മനോരോഗ ചികിത്സയാണ് എന്നും പറയുന്നത്. ശരിയായ ചികിത്സ രോഗിയെ ബാധ മുതലായവ ഉള്ളതല്ല, അത് താൻ സ്വയം സങ്കല്പിച്ച് ഉണ്ടാക്കിയതാണ് എന്നും ബോധ്യപ്പെടുത്തി അയാളെ അന്ധവിശ്വാസത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ്. പ്രേതം ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് പ്രേതബാധ ഉണ്ടാവുകയില്ല. മാന്ത്രികൻ ജപിച്ച് തന്ന ചരട് കയ്യിൽ കെട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ മത്സരത്തിൽ ജയിക്കും എന്ന് വിശ്വസിക്കുന്നവന് ആ വിശ്വാസം അന്ധവിശ്വാസമാണെങ്കിലും അയാൾക്ക് ഒരു മനോബലം കൊടുക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരു സംഭവ കഥ പറയാം. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കഥയാണ്. അദ്ദേഹത്തിൻ്റെ അല്പം അകന്ന ബന്ധുവായ ഒരു വല്യപ്പൻ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മരണാനന്തരമായ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ വല്യമ്മയ്ക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ കിടന്നാൽ മയങ്ങിക്കഴിയുമ്പോൾ മരിച്ചുപോയ വല്യപ്പൻ തൻ്റെ കൂട്ടത്തിൽ വന്ന് കിടക്കുന്നതായിട്ട് വല്യമ്മ സ്വപ്നം കാണും. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾ മരിച്ചുപോയതാണല്ലോ എന്ന് ഓർമ്മ വരും. അപ്പോൾ ഭയം തോന്നും, ഉറക്കം തെളിയും, പിന്നീട് ഉറക്കം വരാതെയാവും. പിന്നെയും ഉറങ്ങാൻ തുടങ്ങിയാൽ അപ്പോഴും ഭർത്താവ് തൻ്റെ കൂട്ടത്തിൽ കിടക്കുന്നതായി സ്വപ്നം കാണുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അനേകകാലം ഒന്നിച്ച് കിടന്നിട്ടുള്ളതാണ്. എങ്കിലും മരിച്ചു മണ്ണായതിനു ശേഷം ഉള്ള ഈ കൂട്ടത്തിൽ കിടപ്പ് വല്യമ്മയ്ക്ക് ഒട്ടും സുഖകരമായിട്ട് തോന്നിയില്ല, മറിച്ച് പേടിപ്പെടുത്തുന്നതുമാണ്. വല്യമ്മയ്ക്ക് ഉറക്കമില്ലാത്ത പ്രശ്നം വീട്ടിലുള്ള മറ്റുള്ളവർക്കും പ്രശ്നമായി. മനഃശാസ്ത്രപരമായ ഉപദേശങ്ങളൊന്നും ഫലപ്പെടുന്നില്ല. അങ്ങനെയിരിക്കെ നമ്മുടെ സുഹൃത്തിന് ആശുപത്രി പരിസരത്ത് നിന്ന് ഒരു ഏലസ് കിട്ടി. കൃത്യമായി പറഞ്ഞാൽ ആശുപത്രിയിൽ വരുന്ന ശവങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ പരിസരത്ത് നിന്ന് ആണ് ഏലസ് കിട്ടിയത്. ഏതോ ദുർമരണം സംഭവിച്ച ആളുടെ ദേഹത്ത് കെട്ടിയിരുന്ന അത് ആയിരിക്കണം. ആശുപത്രിക്കാരോ ബന്ധുക്കളോ ആരോ അഴിച്ചു കളഞ്ഞതായിരിക്കണം. ഏതായാലും
ആ ഏലസ് അതിൻ്റെ ഉടമസ്ഥനെ രക്ഷിച്ചില്ല എന്നുള്ളത് സത്യമാണ്. സുഹൃത്തിന് ഈ ഏലസ് കണ്ടപ്പോൾ ഒരു ബുദ്ധി തോന്നി. അയാൾ അത് തേച്ച് മിനുക്കി പുതിയതുപോലെയാക്കി ഒരു കറുത്ത ചരട് വാങ്ങി അതിൽ കെട്ടി പ്രേതബാധയുള്ള വല്യമ്മയെ ഏൽപ്പിച്ചിട്ട്, ഇത് ഒരു ദിവ്യനായ സ്വാമി തന്നയച്ച ഏലസാണ്, ഇത് ധരിച്ചുകൊണ്ട് കിടന്നോളൂ, ഒരു പ്രേതവും അടുക്കില്ല എന്ന് പറഞ്ഞു. വല്യമ്മ അത് വാങ്ങിച്ച് ധരിച്ചു. അതോടെ വല്യപ്പൻ്റെ പ്രേതത്തെ കൊണ്ടുള്ള ഉപദ്രവവും മാറി. ഇതെല്ലാം അന്ധവിശ്വാസം കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളാണ്. മരണാനന്തരമുള്ള ഹോമവും ആവാഹനവും മറ്റും പ്രേതബാധ പോലുള്ള മനോരോഗങ്ങൾക്കും മരണാനന്തരം ആത്മാവ് പ്രേതമായി നടക്കുന്നു എന്നും മറ്റുമുള്ള അന്ധവിശ്വാസങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം കുടത്തിലെ ജലവും പോലെയാണ് എന്ന് സങ്കല്പിക്കുക. കുടം ഉടഞ്ഞ് കുളത്തിലെ ജലവുമായി ചേർന്ന് പോയാൽ വീണ്ടും ആ ജലത്തെ തിരിച്ചെടുക്കാൻ പറ്റുമോ? അതുപോലെയാണ് ശരീരം വിട്ടുപോയ ജീവാത്മാവിനെ ആവാഹിച്ച് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. സ്നേഹവും ബന്ധവും എല്ലാം ദേഹമുള്ളപ്പോഴേ ഉള്ളൂ. ദേഹത്തെ വിട്ട ആത്മാവിന് ഈ വക ബന്ധങ്ങളൊന്നുമില്ല. തലച്ചോറിന് തകരാറ് വന്ന് മറവി രോഗം ബാധിച്ചാൽ സ്വന്തം ഭാര്യയെയും മക്കളെയും തിരിച്ചറിയുന്നില്ല. അപ്പോൾ പിന്നെ ദേഹം തന്നെ നഷ്ടപ്പെട്ട ആത്മാവ് ബന്ധുക്കളെ എങ്ങനെ ഓർത്തിരിക്കും? തലയും തലച്ചോറും മറ്റും ഉണ്ടെങ്കിലല്ലേ ഓർമ്മ നിലനിൽക്കൂ. യുക്തിബോധമില്ലായ്മയും അജ്ഞതയുമാണ് അന്ധവിശ്വാസങ്ങൾക്ക് കാരണം. നമസ്കാരം.